കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഇന്ത്യ ട്രേഡ് പ്രൊമോഷൻ ഓർഗനൈസേഷൻ വിവിധ വിഭാഗങ്ങളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡെപ്യൂട്ടി മാനേജർ, സീനിയർ അസിസ്റ്റന്റ് തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഓൺലൈൻ എഴുത്തു പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഡെപ്യൂട്ടി മാനേജർ ജനറൽ കേഡറിലേക്ക് 9 ഒഴിവുകളാണുള്ളത്. അതിൽ 5 എണ്ണം ജനറൽ വിഭാഗത്തിലും OBC-ക്കാർക്ക് 2ഉം SC/ST വിഭാഗത്തിന് ഓരോ സീറ്റും സംവരണം ചെയ്തിരിക്കുന്നു. ഡെപ്യൂട്ടി മാനേജർ ലോയിലേക്ക് ഒഴിവുകളുടെ എണ്ണം 1 ആണ്. യോഗ്യത LLB. 3 വർഷത്തെ പ്രവൃത്തി പരിചയം. ഇംഗ്ലീഷിന് പുറമെ മറ്റേതെങ്കിലും വിദേശ ഭാഷകളിലുള്ള അറിവും അഭികാമ്യവും കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനവുമുള്ളവർക്ക് അപേക്ഷിക്കാം. ഡെപ്യൂട്ടി മാനേജർ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സിലേക്ക് 2 ഒഴിവുകളാണുള്ളത്. 2 വർഷത്തെ പ്രവൃത്തി പരിചയം, കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് പരിജ്ഞാനമുള്ളവർക്ക് അപേക്ഷിക്കാം. ഇലക്ട്രിക്കൽ ഡെപ്യൂട്ടി മാനേജർ തസ്തികയിലേക്ക് 1 ഒഴിവാണുള്ളത്. 55% മാർക്കോടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം, ഇംഗ്ലീഷിന് പുറമെ മറ്റേതെങ്കിലും വിദേശ ഭാഷകളിലുള്ള പ്രാവീണ്യം, കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നിവയാണ് യോഗ്യതകൾ. ഡെപ്യൂട്ടി മാനേജർ ഡിസൈനിലേക്ക് ആകെ 1 ഒഴിവാണുള്ളത്. 55% മാർക്കോടെ കൊമേഴ്സ്, ഫൈൻ ആർട്സിൽ ബിരുദം, 2 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവയും ഇംഗ്ലീഷിന് പുറമെ മറ്റേതെങ്കിലും വിദേശ ഭാഷയിൽ പ്രാവീണ്യമുള്ളവർക്കും അപേക്ഷിക്കാം. ഡെപ്യൂട്ടി മാനേജർ സെക്യൂരിറ്റി വിഭാഗത്തിൽ ജനറൽ 1 ഒഴിവാണുള്ളത്. യോഗ്യത 55% മാർക്കോടെ ബിരുദം, സൈനിക വിഭാഗങ്ങളിലോ അർദ്ധസൈനിക സേനകളിലോ 4 വർഷത്തെ പ്രവൃത്തി പരിചയം, ഇംഗ്ലീഷിന് പുറമെ മറ്റേതെങ്കിലും വിദേശ ഭാഷയിൽ പ്രാവീണ്യം, കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നിവ അഭിലഷണീയമാണ്. സീനിയർ അസിസ്റ്റന്റ് ജനറൽ 3, OBC 1 എന്നിങ്ങനെ 4 ഒഴിവുകളാണുള്ളത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ. ഡിപ്ലോമക്കാർക്ക് 1 വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യമാണ്. ഇംഗ്ലീഷിന് പുറമെ മറ്റേതെങ്കിലും വിദേശ ഭാഷയിൽ പ്രാവീണ്യമുള്ളവർക്കും അപേക്ഷിക്കാം. ഡെപ്യൂട്ടി മാനേജർ തസ്തികയിൽ 40,000 മുതൽ 1,40,000 രൂപ വരെയാണ് ശമ്പളം. സീനിയർ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ തസ്തികയിൽ 29,000 മുതൽ 1,10,000 രൂപ വരെയാണ് ശമ്പളം. ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് വിഭാഗം ഒഴിച്ച് മറ്റെല്ലാ ഡെപ്യൂട്ടി മാനേജർ തസ്തികകൾക്കും 30 വയസ്സാണ് പ്രായപരിധി. ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് വിഭാഗത്തിലേക്ക് 32 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. സീനിയർ അസിസ്റ്റന്റ് തസ്തികയിൽ 28 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. അപേക്ഷിക്കേണ്ട വിധം indiatradefair.com എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വിജ്ഞാപനം ശ്രദ്ധയോടെ വായിക്കുക. തുടർന്ന് ഇതേ വെബ്സൈറ്റ് വഴി ഓൺലൈനായി വേണം അപേക്ഷിക്കാൻ. ഓൺലൈൻ അപേക്ഷയിൽ ഉദ്യോഗാർത്ഥിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കയ്യൊപ്പ്, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ അപ്ലോഡ് ചെയ്യണം. ഡെപ്യൂട്ടി മാനേജർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന ജനറൽ OBC വിഭാഗക്കാർക്ക് 1000 രൂപയും സീനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന ജനറൽ OBC വിഭാഗക്കാർക്ക് 700 രൂപയും അപേക്ഷാ ഫീസായി ഓൺലൈനായി അടയ്ക്കണം. SC/ST അംഗപരിമിത വിമുക്ത ഭടന്മാർക്ക് അപേക്ഷാ ഫീസില്ല. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഫെബ്രുവരി 18 ആണ്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.